എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിൽ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ രാവിലെ ഒരു നടത്തത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ലാലിച്ചൻ. കൂടെ അവതക്കുട്ടിച്ചായനും ഉണ്ട്. ആ സമയത്ത് ലാലിച്ചൻ്റെ അടുത്ത് അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അല്ല ലാലിച്ച, നീ ഇപ്പം പഴയ ശീലങ്ങളൊക്കെ തുടങ്ങിയല്ലോ എന്ന് പറയും. എന്തു പറ്റി നിനക്കൊരു മാറ്റം? കുറച്ച് നാളുകൊണ്ട് എൻ്റെ ജീവിതം ഒരു മുരടിച്ച അവസ്ഥയല്ലായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമുണ്ട്, ഒരു സന്തോഷമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പം നിനക്ക് ചെറിയ മാറ്റമൊക്കെ ഉണ്ടല്ലേ? മാറ്റമുണ്ട്. എന്തു പറ്റി പെട്ടെന്നൊരു മാറ്റം വരാൻ കാരണം? അത് കുറച്ച് നാളായി ഞാൻ കരുതിയത് ഇങ്ങനെ വ്യായാമമൊന്നും ചെയ്യാതിരിക്കുമല്ലേ, ശരീരമൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയായി. അപ്പം അലീന എന്നോട് പറഞ്ഞത്, പപ്പ രാവിലെ ഒരു അരമണിക്കൂറൊന്ന് നടക്കാൻ. അപ്പം ഞാൻ എൻ്റെ പ്രായത്തിൻ്റെ പകുതിയാവുമെന്ന് അവൾ പറഞ്ഞായിരുന്നു. അപ്പം നീ ചെറുപ്പമാവാൻ ആഗ്രഹിച്ചിരിക്കുമോ ഇല്ലേ? ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ ഒരു ലേഡി കമാൻഡർ അല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയും. ആ ലേഡി കമാൻഡർ ആൾ നല്ലതാണ്, പക്ഷേ നിൻ്റെ കൂടെയുള്ള മറ്റുള്ളവരൊന്നും ശരിയല്ല. നിന്നെക്കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാനും നിർത്തിവെപ്പിക്കാനും ഈ ലേഡി കമാൻഡർക്ക് കഴിയുമെന്ന് പറയും. അങ്ങനെ അലീനെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെയാണ് കുട്ടിച്ചായൻ ലാലിച്ചനോട് പറയുന്നത്. അതിനുശേഷം പൗലോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇനി അലീന പറയുന്ന കണക്കാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നീ ചെയ്യേണ്ടതെന്നും അവൾ പറയുന്നത് കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ നിനക്ക് അലീന പറയുന്ന കണക്ക് ജോലി ചെയ്ത് ഇവിടെ നിൽക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പൗലോസ് ലാലിച്ചനോട് പറയുന്നുണ്ട്, സാബ് പറയുന്ന കണക്കല്ലേ ഞാൻ ഇത്രയും വർഷം ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നത്. എല്ലാ ഭക്ഷണവും വളരെ വൃത്തിയോടും ചിട്ടയോടും വളരെ ടേസ്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഒരു കുറ്റവും ആരും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അതൊക്കെ എനിക്കറിയാം പൗലോസെ. പക്ഷേ നീ ഇനി മുതൽ അലീന പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട് എനിക്കന്ന് ആലോചിക്കണമെന്ന്. കാരണം അലീനെ അനുസരിക്കാൻ പൗലോസിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വർഷങ്ങൾ കൊണ്ട് ആ വീട്ടിലെ അടുക്കള കൈകാര്യം ചെയ്തിരുന്നത് പൗലോസാണല്ലോ. പെട്ടെന്നൊരാൾ വന്ന് ആ അധികാരം പിടിച്ചെടുക്കുമ്പോൾ അത് പൗലോസിനൊട്ടും ഇഷ്ടപ്പെടത്തില്ല. അപ്പം അലീനെ അനുസരിക്കണമെന്നും കൂടി സ്റ്റാൻലി പൗലോസിനോട് പറഞ്ഞപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അലീന കിച്ചണിലോട്ട് ചെല്ലുന്ന സമയത്ത് പൗലോസ് പഴയ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സാധനങ്ങളൊക്കെ ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്നു. പിന്നെ പാലൊക്കെ അലക്ഷ്യമായിട്ട് തിളച്ചൊക്കെ ഇങ്ങ് പോവുകയാണ്. അപ്പോൾ ഒന്നിനൊരു ഒരു ചിട്ടയില്ല. എല്ലാ സാധനങ്ങളും വളരെ അലക്ഷ്യമായിട്ട് തന്നെയാണ്, പഴയതുപോലെ തന്നെ ചെയ്യുന്നു. അലീനെ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം. ആ സമയത്ത് അലീന ചോദിക്കും, പപ്പ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും പൗലോസ് ഏട്ടൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം ഇല്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ പൗലോസ് ഒരു മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്തോടെ ഇന്നലെ കയറി വന്ന് നീ എന്നെ കൂടുതൽ ഒന്നും പഠിപ്പിക്കേണ്ടെന്ന് പറയും. അപ്പോഴേക്കും നീയോ? അതെ, സാബിൻ്റെ ശരിക്കുള്ള മകളൊന്നും അല്ലല്ലോ നീ, എനിക്കറിയാം. അതുകൊണ്ട് ഇന്നലെ കയറി വന്ന് നിന്നെ അനുസരിക്കേണ്ട യാതൊരു കാര്യവും എനിക്കില്ല. ഇവിടെ തുടർന്ന് നിൽക്കണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ പൗലോസ് വെല്ലുവിളിക്കുകയാണ്. പൗലോസേട്ടൻ്റെ മനോഭാവം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അധികം നാൾ ഇവിടെ പോകത്തില്ല, നിൽക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു 3 ദിവസം കൂടി ഞാൻ നോക്കും. ഇതേ രീതി തന്നെയാണ് പൗലോസേട്ടൻ പിന്തുടരുന്നുണ്ടെങ്കിൽ ഞാനൊരു വാക്കേ പറയത്തുള്ളൂ, ഗെറ്റ് ഔട്ട് എന്ന് മാത്രം. അപ്പോഴത്തേക്ക് പൗലോസിന് പിന്നെയും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പൗലോസ് നേരെ വരുന്നത് സിറ്റൗട്ടിലോട്ടാണ്. ആ സമയത്ത് അവിടെ വിനോദും ആൻ്റപ്പൻ ചേട്ടനൊക്കെ ഇരിപ്പുണ്ട്. ആ സമയത്ത് വിനോദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്നലെ കയറി വന്നൊരു പെണ്ണ് എന്നെ പഠിപ്പിക്കാൻ വരുന്നു, അതും ഈ പൗലോസിന്. എൻ്റെ അടുക്കളയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ. എന്നെ ആരും ഭരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നിട്ട് അവൾ എന്നെ ഭരിക്കാൻ വരുന്നു, ഞാൻ ഇന്നതേ ചെയ്യാവൂ. എന്നിട്ട് കേരള സാബിനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു, ഇനി അവൾ പറയുന്ന കണക്ക് വേണമെന്ന് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അവൾ ആരാ എൻ്റെ അടുത്ത് ഓരോന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് സാബ് പറയുന്നത് മാത്രം കേട്ടാൽ മതി. അതേ, എനിക്ക് ഇവിടുത്തെ ജോലി മാത്രം ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എനിക്ക് പല ഹോട്ടലുകാരും എന്നെ വിളിച്ചിട്ടുണ്ട് ജോലി ചെയ്യാനായിട്ട്. നല്ല ഭംഗിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വലിയ വീടുകളിലും വലിയ ഹോട്ടലിലൊക്കെ ജോലി കിട്ടും. എനിക്കിവിടുത്തെ ജോലി ചെയ്ത് കടിച്ച് പിടിച്ച് കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. ആ സമയത്ത് വിനോദ് പറയും, പൗലോസേട്ടാ നിങ്ങളെന്താ ആ പെണ്ണിനോട് വെറുതെ വെല്ലുവിളിച്ചിട്ട് ഇവിടുന്ന് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ഇത്രയും ശമ്പളം കിട്ടുന്ന ഒരു ജോലി നമുക്ക് വേറെ കിട്ടുമോ? ഇതാകുമ്പോൾ നമ്മളെ ആരും ഭരിക്കാനില്ല, നമുക്കിഷ്ടമുള്ള ജോലി ചെയ്താൽ മതി. ഇതുപോലൊരു ജോലി വേറെ കിട്ടുമോ പൗലോസേട്ടാ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നടക്കുമായിരുന്നു മുമ്പ്, ഇനി അങ്ങനെ നടക്കത്തില്ലല്ലോ. ആ പെണ്ണ് പറയുന്നതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എനിക്ക് എന്തായാലും ആ പെണ്ണിനെ അനുസരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുത്തെ ജോലി മതിയാക്കി പോവുക. സാബും പറഞ്ഞല്ലോ അവൾ പറയുന്ന കണക്ക് എല്ലാ കാര്യങ്ങളും അനുസരിക്കണമെന്ന്. അതുകൊണ്ട് എനിക്കിനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. നീ പറഞ്ഞല്ലോ നീ ആരേണ്ടൊക്കെ വിളിച്ചുകൊണ്ട് വരുത്തുന്നു, ഇവിടെ കൊണ്ടുവരും, ആ പെണ്ണിനെ നിലയ്ക്ക് നിർത്തുമെന്നൊക്കെ. എന്നിട്ട് ഒരു വ്യത്യാസവും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി എടുത്ത് നിന്നിട്ട് നമ്മുടെ
പൗലോസ് ജോലിക്ക് തിരിച്ചു പോകുന്ന കാര്യമൊക്കെ പറയുകയാണ്. ആ സമയത്ത് പറയും നിൻ്റെ ഉറച്ച തീരുമാനമാണോ പൗലോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പൗലോസ് അവിടുന്ന് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പൗലോസ് പോയതിന് ശേഷം അലീനയുടെ അടുത്ത് പറയും ഒരാളെ പറഞ്ഞു വിടാൻ എളുപ്പമാണ്, പക്ഷേ അതിനുശേഷം ആര് ഫുഡ് ഉണ്ടാക്കും? പപ്പേ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പപ്പ വിഷമിക്കേണ്ട, ഞാൻ ഉണ്ടാക്കുന്നറിയും. നീയോ? നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ അലീന, നീ ഇവിടുത്തെ പാചകക്കാരിയല്ല, നീ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്, അതുകൊണ്ട് നീ കിച്ചണിൽ കയറി പണിയൊന്നും എടുക്കണ്ട. എന്താ പപ്പ ഇത്? പപ്പയ്ക്കും വല്യപ്പച്ചനും അതുപോലെ 2 പേർക്കുള്ള ഫുഡ് എക്സ്ട്രാ ഉണ്ടാക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇനി തൊട്ട് ഇവിടുത്തെ ഫുഡ് ഞാനാണ് ഉണ്ടാക്കുന്നതെന്ന് പറയും. പപ്പ എന്തായാലും കഴിച്ച് നോക്ക്, അതിന് ശേഷം അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറയും. വേണ്ട മോളെ, നമുക്ക് വേറെ കുക്കിന് ഏർപ്പാട് ചെയ്യാമെന്ന് പറയും. അതൊന്നും സാരമില്ലെന്ന് പറയും. ഇവിടെ ഇപ്പോൾ കുക്കിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. അങ്ങനെ അലീനയാണ് പിറ്റേ ദിവസം ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ അലീന ഉണ്ടാക്കുന്നുണ്ട്. ഫുഡിൻ്റെ മണം അടിക്കുമ്പോഴേ സ്റ്റാൻലി പറയുന്നത് ഇതുവരെ കിട്ടാത്തൊരു മണമൊക്കെയാണ് ഫുഡിന് വരുന്നത്. അങ്ങനെ അലീന സ്റ്റൈലിനായിട്ട് ഫുഡ്, അതും ഫിഷും എഗ്ഗും നോൺ വെജും എല്ലാ ഐറ്റംസും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം അങ്ങോട്ട് ഡൈനിങ് ടേബിളിൽ അങ്ങോട്ട് നിരത്തി വെക്കുമ്പോഴത്തേക്ക് അത് കുട്ടിച്ചാൻ വന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്തോ മോളെ ഹോട്ടലോ, നീ ഇതെല്ലാം ഹോട്ടലിൽ നിന്ന് മേടിച്ച് വെച്ച ഭക്ഷണമാണോ? ഏയ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് ഇത്ര കുറഞ്ഞ സമയം കൊണ്ടോ, അതൊക്കെ ഞാൻ ഉണ്ടാക്കി, നിങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കേ. ആൻ്റപ്പൻ ചേട്ടാ, വിനോദ് ചേട്ടാ, നിങ്ങളെല്ലാവരും എടുത്ത് കഴിക്കാൻ പറയും. അങ്ങനെ സ്റ്റാൻലി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റായിട്ടാണ് കഴിക്കുന്നത്. അബ്ജിക്ക് ഓ കൊള്ളാമല്ലോ, ഇത്രയും ടേസ്റ്റായിട്ട് ഫുഡ് ഉണ്ടാക്കാനൊക്കെ നിനക്കറിയായിരുന്നു. പിന്നെ അല്ലാതെ ഇഷ്ടപ്പെട്ട പപ്പേ, പിന്നെ എല്ലാം നല്ല പാകത്തിന് എരിവും ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്, ഒന്നും കൂടിയിട്ടില്ല, നന്നായിട്ടുണ്ടെന്ന് പറയും. നല്ല രുചിയുണ്ട് മോളെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടിച്ചാനും പറയുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ചിന്നമ്മയുടെ രൂപവും ചിന്നമ്മയുടെ കൈപ്പുണ്യവും ഒക്കെ കിട്ടിയേക്കുന്നത് അലീനയ്ക്കാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആൻ്റപ്പ ചേട്ടനും പറയും കൊള്ളാമല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടാണല്ലോ കുഞ്ഞ് ഫുഡ് ഉണ്ടാക്കിയെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയ നമ്മുടെ പൗലോസേട്ടൻ വീണ്ടും തിരിച്ചു വരികയാണ്. കാരണം വേറെ പലയിടത്തും ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പോയാണ്. പക്ഷേ പോയതിനെക്കാട്ടി സ്പീഡിൽ തിരിച്ചു വന്നിട്ട് സ്റ്റാൻലിയുടെ കാല് പിടിക്കുകയാണ്. സാറേ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്, എനിക്ക് വേറെ എങ്ങോട്ടും ജോലിക്ക് പോകണ്ട, ഇനി അലീന കുഞ്ഞ് പറയുന്ന കണക്ക് ഞാനിവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ നമസ്തപരാധം പറഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ജോലിക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ അലീനയുടെ അനുവാദത്തോടു കൂടി നമ്മുടെ പൗലോസ് പിന്നെയും ജോലിക്ക് കയറുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന അപ്കമിങ് എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.